പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ബി.ജെ.പിയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അടുത്ത 3 ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ തുടരുന്ന പ്രധാനമന്ത്രി തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഈ വർഷം ഇത് 4ാം തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട് സന്ദർശിക്കുന്നത്. മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി. മനേഷ്, തെക്ക് പിടിക്കുക എന്നുള്ളതിന്റെ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ തമിഴ്നാട്ടിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ നില അത്ര ഭദ്രമല്ല. ഇത്തവണ AIADMK ഒന്നും സഖ്യത്തിലില്ല. അവരൊക്കെ പാർട്ടി ഈ മുന്നണി വിട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ചെറുകക്ഷികളെ ഒപ്പം കൂട്ടുക എന്ന തന്ത്രം പയറ്റുന്നുണ്ട്. ശരത്കുമാറിന്റെ പാർട്ടി ഇതിനോടകം തന്നെ NDAയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ആശ്വാസമുണ്ടെങ്കിൽ പോലും ഒരു വലിയ ടാസ്ക് തന്നെയാണ് NDAയ്ക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ എന്താണ് അവിടെ? യോഗം ആരംഭിച്ചോ? വിശദാംശങ്ങൾ. അല്പസമയം മുമ്പ് ആരംഭിച്ചു. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ BJPയിൽ ലയിച്ച സമത്വ മക്കൾ കക്ഷി നേതാവ് ശരത്കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന 4 ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ പരമാവധി സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിലും റാലികളും ഒക്കെയായി ഉണ്ട്. നമുക്കറിയാം, കേരളത്തിലും സമാനമായ രീതിയിലുണ്ട്. ഇന്നിപ്പോൾ കന്യാകുമാരിയിലാണ്. സേലം, അതുപോലെ തന്നെ കോയമ്പത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ മോദി അടുത്ത ദിവസങ്ങളിൽ എത്തും. ഇപ്പോൾ ഈ മാസം, അതായത് ഈ വർഷം തുടങ്ങിയതിനു ശേഷം 2024 ആരംഭിച്ചതിനു ശേഷം ഇത് 4ാം തവണയാണ് മോദി ദക്ഷിണേന്ത്യ സന്ദർശിക്കുമ്പോൾ തമിഴ്നാട്ടിലും എത്തുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര ഗുണകരമല്ല BJPയെ സംബന്ധിച്ച അല്ലെങ്കിൽ NDAയെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും കാര്യമായ ആൾബലമില്ലാത്ത ഒരവസ്ഥ നിലവിൽ തന്നെ BJPക്കുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യത്തിലുണ്ടായിരുന്ന DMK സഖ്യം വിട്ടു പോവുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ നോക്കുന്നത്, അല്ലെങ്കിൽ BJP മുൻപോട്ട് വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ചെറിയ പാർട്ടികൾ ഒപ്പം കൂട്ടുക എന്നത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ PMKയുമായുള്ള ചർച്ച, പാട്ടാളി മക്കൾ കക്ഷിയുമായുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ചെറുകക്ഷികളെ ഒപ്പം ചേർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഒരു ബലം നൽകുക എന്നത് തന്നെയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ അടുത്ത കാലത്തുള്ള റെഗുലർ ആയിട്ടുള്ള വരവിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നതും ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. പരമാവധി ഇടങ്ങളിൽ പ്രധാനമന്ത്രി എത്തുക, അവിടങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിന് നൽകിയ കാര്യങ്ങളെക്കുറിച്ച് മോദി തന്നെ പറയുക. അങ്ങനെ ജനങ്ങളിലേക്ക് പരമാവധി കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി തന്നെയാണ് എന്തായാലും BJP തമിഴ്നാട്ടിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ പൊതുയോഗം ആരംഭിച്ചിട്ടുണ്ട്, പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെയുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കന്യാകുമാരിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്.